നമ്മളെ ഒരു മുമ്പ് പിരിച്ച് വെച്ചിരുന്ന ഒരു തേനീച്ച കൂടുണ്ട്, ചെറുതേനീച്ച കൂടുണ്ട്. അതിൽ റാണി സെറ്റായിട്ടില്ല. അപ്പം പുതിയൊരു റാണി സെല്ലിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് നമ്മളൊരു പുതിയ ഒരു കൂട് നമ്മൾ പൊട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ റാണി സെല്ലുണ്ടോയെന്ന് തരുന്നത്. നമ്മളിതിൻ്റെ വായ്ഭാഗത്ത് കുപ്പി വെച്ച് തട്ടി കൊടുക്കുകയാണ്. നമുക്ക് അധികം 2 റാണി സെല്ലൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നേരെ 2 കൂടാക്കി വിഭജിക്കുകയും ചെയ്യാം. റാണി സെല്ല് നമ്മൾ പുതിയ കൂട്ടിലേക്ക് വെച്ച് കൊടുക്കുക. ഈ ഒരു റാണി സെല്ല് നമുക്ക് ഓൾറെഡി നമ്മൾ സെറ്റാവാത്ത കൂട്ടിലേക്കും വെച്ച് കൊടുത്തിട്ട് നമുക്ക് വിഭജിക്കുകയും ചെയ്യാം. അത്യാവശ്യം നല്ലോണം ഈച്ചകൾ വന്ന് കയറുന്നത് കാണാം. അപ്പം ഒരുപാട് ഈച്ചകൾ ഇതിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇനി കുപ്പി അടക്കുകയാണ്. ഇനി ഹോളിട്ട കുപ്പി തന്നെയാണ് കേട്ടോ, അല്ലെങ്കിൽ ഈച്ചകളൊക്കെ ചത്തു പോകുന്നതാണ്. അപ്പോൾ തൽക്കാലം മാറ്റി വെക്കാം, നമുക്ക് തുറന്നു നോക്കാം. എങ്ങനെ നമ്മൾ കുപ്പിയിലാക്കിയാലും കുറച്ച് ഈച്ചകൾ ഈ കൂട്ടിൽ തന്നെ ഉണ്ടാവും. ഇതിൽ റാണി സെല്ല് ഒന്ന് പുതുതായി കെട്ടി വരുന്നുണ്ട്. ഇത് കാണുന്നുണ്ടോ? ഇത് പുതുതായി റാണി സെല്ല് കെട്ടി വരികയാണ്. ഇതിലില്ലാന്നാണ്, കുറഞ്ഞ മുട്ടകളേ ഉള്ളൂ. നമ്മൾ വിരിയാറായ മുട്ടകൾ കുറച്ച് അതിൽ റാണി സെല്ല് ഇല്ലയെന്നാണ് കാണുന്നത്. നമ്മൾ ഒന്ന് തിരഞ്ഞു നോക്കാം. നമ്മൾ തിരയുമ്പോൾ മുട്ടകൾ ഡാമേജ് ആകാത്ത കോലത്തിൽ നമ്മൾ തിരയാൻ പാടുള്ളൂ. ഇതിൽ അത്യാവശ്യം പുതിയ കൂടാണ്. അത്യാവശ്യം തേനും പൂമ്പൊടിയൊക്കെ ഇതിൽ കാണുന്നുണ്ട്. തേനെടുക്കാനായിട്ടില്ല. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് നമ്മൾ തേനെടുക്കാറ് സാധാരണ. നമ്മൾ കുറച്ച് മെഴുക് നിന്ന് മാറ്റിയിരിക്കുകയാണ്. കുറച്ച് നല്ലോണം മെഴുകുണ്ട്. നമ്മൾ പുതിയ കൂട് ഉണ്ടാക്കാനുള്ള ആവശ്യങ്ങൾക്ക് മെഴുകുകൾ അത്യാവശ്യമാണ്. നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പെട്ടിയോ, എയർ കണ്ടൈറ്റായിട്ടൊക്കെ ചെറിയ ഹോളുകളൊന്നും കുഴപ്പമില്ല. ഇതിലേക്ക് ഈ വായുഭാഗത്ത് ഹോളിട്ടിട്ട് ഈ മെഴുക് തേച്ച് തന്നാൽ പുറത്തുനിന്ന് വരുന്ന ഈച്ചകൾ കൂട്ടിലേക്ക് കയറാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മേലെ നമ്മൾ കാണാൻ വേണ്ടി വൈറ്റ് ഷീറ്റ് വെക്കാറുണ്ട്. അത് ആകെ വലിയ ഗമ്മാക്കി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് പുതിയത് നമ്മൾ സെറ്റ് ചെയ്യാണ്. ഇതിൽ നമ്മൾ റാൻസെല്ല് കാണാത്തതുകൊണ്ടാണ് ഇത് അടച്ചു വെക്കുകയാണ്.
ഇത് നമ്മൾ മാറ്റി വെക്കുകയാണ്, നമ്മൾ മെഴുകിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മൾ പഴയ സ്ഥലത്ത് തന്നെ വെക്കുകയാണ് ഈച്ചകളെ. ഈ ഈച്ചകളെയും ഇവിടെ തുറന്നിട്ടാണ് നമ്മൾ അടുത്തത് കൂട് ഇവരൊന്ന് സെറ്റായതിനു ശേഷം അടുത്ത കൂട് നമുക്ക് പൊട്ടിക്കാം. എല്ലാ ഈച്ചകളും പുറത്ത് ഇറങ്ങി. ഇനി കുറച്ച് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാൽ അവരെ കൂട്ടിലേക്ക് തന്നെ സെറ്റാവും. അതിനുശേഷം നമുക്ക് അടുത്ത കൂട് പൊട്ടിക്കാം. അങ്ങനെ പൊട്ടിക്കാൻ കാരണം ഇവിടെ കുറച്ചധികം കൂടുകൾ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുഴപ്പമില്ല, അടുത്ത സ്ഥലത്ത് പോയി വെച്ചാൽ മതി. അപ്പം നമ്മൾ ഈ മുളൻ്റെ കൂട് എടുത്ത് നോക്കാം. ഇതൊരു മുളനോട് ഉണ്ടാക്കിയ ചെറുതേനീച്ചിൻ്റെ കൂട് തന്നെയാണ്. നമ്മൾ ആദ്യത്തെ ഈച്ചകൾ ഒക്കെ കൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ ഹോൾ ഇവിടെ വരുന്നത്. ഇത് കുറച്ച് വലിയ കൂടായതുകൊണ്ട് തേനീച്ചകൾ വരാൻ കുറച്ച് താമസം ഉണ്ടാവും. പിന്നെ ചെറിയ തോതിൽ മഴയും പെയ്യുന്നുണ്ട് പുറത്ത്. ഈ സമയത്ത് സത്യത്തിൽ തേനീച്ചക്കൂട് വിഭജിക്കാൻ പറ്റുന്നതല്ല. പക്ഷേ ഇത് ഇടമഴ ആയതുകൊണ്ട് കുഴപ്പമില്ല. മഴ കഴിഞ്ഞാൽ വെയിലിറക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. ഈച്ചകൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് പെയ്ത മഴ ആയതുകൊണ്ട് ഈച്ചകൾ ഒരുപാട് പുറത്ത് തന്നെ ആയിരിക്കും ഉണ്ടാകുക. അതിലൊക്കെ നമ്മൾ കൂടെ എടുത്ത സ്ഥലത്ത് വന്ന് കുറച്ച് ഈച്ചകളൊക്കെ പാറി കളിക്കുന്നുണ്ട്. കുറച്ച് അത്യാവശ്യം ഈച്ചകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനി കൂടെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിൽ ഈ കമ്പിട്ടായിട്ട് നമ്മളിവിടെ തിക്കാണ് ചെയ്യുന്നത്. നല്ല ഉറപ്പുണ്ടാവുന്ന നല്ല സ്ട്രോങ്ങിലാണ് ഒരു കൂട് സെറ്റാക്കൽ. അവരെ മെഴുക് പറഞ്ഞ ഭയങ്കര ഉറപ്പാണ്. കണ്ടറിയാൻ പറയാം എത്രയാണ് പണിപ്പെട്ടിട്ടാണ് നമ്മൾ ഇത് കൂട് തുറക്കുന്നതെന്നുള്ളത്. ഇത് നമുക്ക് വിഭജിക്കാനും അതേമാതിരി റാണിസെല്ലുണ്ടോയെന്ന് തരാനൊക്കെ പറ്റിയത് കൂടെ അത്യാവശ്യം നല്ലോണം മുട്ടയും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ള ഒരു കൂടാണ്. നമ്മളെടുത്തോ, ഇതാണ് റാണിസെല്ല്. ഇതിൽ കുറച്ച് വലിയ സൈസായിട്ട് കാണുന്ന ഈ മുട്ടയാണ് റാണിസെല്ല്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് ഇങ്ങോട്ട് എടുക്കാം. ഈ മുകളിൽ കാണുന്ന ഈ വലിയ ഈ കാണുന്നത് ഇതാണ് റാണി സെല്ല്. ഇത് നമുക്ക് നമ്മളെ റാണി ഇല്ലാത്ത കൂട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഈ കുറച്ചും വിരിയാറായ മുട്ടകളും ഇത് ഉടനെ വിരിയുന്ന മുട്ടയാണ്. ഇതിൽ 3 കളർ മുട്ട ഉണ്ടോ. ഇത് പുതിയത് ഇട്ടുകൊണ്ടിരിക്കുന്ന മുട്ട, ഇത് വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന മുട്ട, ഇത് വിരിയാനായിക്കൊണ്ടിരിക്കുന്ന മുട്ട. 3 ടൈപ്പ് മുട്ടയാണ് ഈ കൂട്ടിൽ നമ്മൾ കാണാൻ കഴിയുന്നത്.
പിന്നെ നമ്മളിത് രണ്ടാക്കി വിഭജിക്കും കൂടി ചെയ്യാണ്. ഇതിനുള്ള ആവശ്യത്തിന് അധികമുള്ള മുട്ടകൾ ഇതിലുണ്ട്. ഇത് കുറച്ച് ഈ മേലെ നടന്നു പോന്നിട്ടുള്ള പുതിയ മുട്ടയാണ്. ഇത് നമ്മൾ ഈ ചട്ടിയിലേക്ക് വെച്ചെടുക്കുകയാണ്. നമുക്ക് ഇനിയും ഒരു റാണിസെല്ലൂടി കിട്ടണം ഈ പുതിയ കൂട്ടിലേക്ക്. നമ്മൾ തിരഞ്ഞു നോക്കാം. ഈ കൂട് നമ്മൾ പലപ്പോഴും തുറന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് റാണിസെല്ലിൽ കിട്ടാറുള്ളൊരു കൂട് കൂടെയാണ്. നമ്മൾ ഇതിലെ ഈച്ചകളെ നമ്മൾ വേറൊരു കൂട്ടിൽ നിന്ന് കയറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പുറത്ത് ഈ ചുമരിലും അങ്ങനെയൊക്കെയുള്ള ഈച്ചകളെ കൊണ്ടുപോയിട്ട് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മഴൻ്റെ ഇടവേളയിൽ നമ്മൾ പോയിട്ട് ആ ഈച്ചകളെ നമുക്ക് ശേഖരിക്കാം. ഇത് പുതിയ മുട്ടയാണ്. നമുക്ക് 2 റാണിസെല്ലായിരുന്നു ആവശ്യം. നമുക്ക് ഒന്നേ കിട്ടിയിട്ടുള്ളൂ. രണ്ടാമത്തെ റാണിസെല്ലും ഇതിൽ തന്നെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഈ വലിയ, അതായത് ഈ മുട്ടക്കടിയിലുള്ള ഈ വലിയ ഇതാണ് റാണിസെല്ല്. അപ്പോൾ നമുക്ക് ഈ 2 കൂട്ടിലേക്കുള്ള റാണിസെല്ലും കിട്ടി. ഓൾറെഡി നമുക്കിപ്പോൾ 3 കൂട്. നമുക്ക് റാണിനെ കാണുമെന്ന് നോക്കാം. അങ്ങനെ തട്ടി ഇതാക്കുന്നത് റാണി പെട്ടെന്ന് ഒളിക്കുന്നതാണ്. മറ്റേ കാണാൻ ദേശം ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ തോനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നമ്മൾ ഈ കൂട് അടക്കാൻ പോവാണ്. പഴയതുള്ളത് പോലെ തന്നെ നമ്മൾ അടച്ചാട്ട് പഴയ സ്ഥലത്ത് തന്നെ കൊണ്ടുവെക്കാൻ പോവാണ്. ഇപ്പോൾ ഓൾറെഡി ഇതിലേക്ക് വന്നിട്ടുള്ള ഈച്ചകൾ ഇവിടെ പാറി കളിക്കുന്നുണ്ട്. കുറച്ച് ഈച്ചകളെ ഈ കൂട്ടിൽ തന്നെ, അതായത് കുപ്പിയിലേക്കാക്കിയിട്ടുള്ള ഈച്ചകളെ ഇതിലേക്ക് തന്നെ ആക്കുകയാണ്. ഇതിന് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ 2 തുള്ളി വെള്ളം ഇതിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ, അപ്പോൾ ഒക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കും. അതിന് ശേഷം ഈ പുതിയ കൂട്ടിലേക്ക് നമ്മൾ തട്ടി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങ് പെട്ടെന്ന് പാറാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മൾ ഈ കൂട് ഇതിൻ്റെ മേലൊരു ഷീറ്റ് കൂടി വെച്ച് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. ഇതിലേക്ക് ഈച്ചകളെ പുതിയൊരു കൂട്ടിൽ നിന്ന് കൊണ്ടുപോയി ഇടണം. അവരുടെ മെഴുകും ഇതൊക്കെ തേച്ചാട്ട് ബാക്കിയുള്ള ഈ പഴയ മുട്ടയും റാണിസെല്ലും നമുക്ക് പുതിയ, അതായത് റാണി ഇല്ലാത്ത കൂട്ടിലേക്ക് മാറ്റാം. കട്ടക്കള. അപ്പോൾ ഈ കൂട്ടിലാണ് റാണി സെറ്റാവാൻ നിൽക്കുന്നത്. നമ്മൾ വിഭജിച്ച കോളനി തന്നെയായിരുന്നു. ഇതിലിവർ ഫേക്ക് റാണിസെല്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. തൽക്കാലം എല്ലാം തുറന്ന്
അതിൽ കുറേ ഫേക്ക് റാണിസെല്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അത്യാവശ്യം ഈച്ചകൾ ഞാൻ നോക്കാൻ കുറച്ച് വൈകി പോയത് കാരണം ഈച്ചകൾ വളരെ കുറവാണ്. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് വിരിഞ്ഞ് പെട്ടെന്ന് ഈച്ചകളായിക്കോളും. ഈ ഫേക്ക് റാണിസെല്ലാം നമുക്ക് ഒഴിവാക്കി കൊടുക്കണം. അതേ സ്ഥലത്തേക്ക് തന്നെ വെക്കുകയാണ്. കുറേ ഈച്ചകൾ ഉണ്ടാവുന്നില്ല, കുറച്ചൊക്കെ പുറത്ത് പോയതായിരിക്കും. മഴ ആയത് കാരണം അവിടെ ഇവിടെയൊക്കെ തങ്ങി നിൽക്കുന്ന ഈച്ചകളും ഉണ്ടാവും. പുറത്ത് പോയുള്ള ഒരുപാട് ഈച്ചകൾ വന്ന് കയറുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പുതിയ അപ്ഡേഷനുകളും റാണി വിരിഞ്ഞതുമായിട്ടുള്ള വീഡിയോ നമ്മൾ കാണിക്കുന്നതായിരിക്കും. താങ്ക് യു.